ഹലോ ഓൾ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് മെസ്ഡ് അപ്പ് ആക്കുന്ന ഒരു പോർഷൻ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച്. ഒട്ടുമിക്ക കുട്ടികളും ഇത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഫുൾ തെറ്റിച്ച് ചെയ്യും. അതൊന്ന് ഈസി ട്രിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ? യെസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച്. അതിനാദ്യം നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് അറിയണ്ടേ? വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഫോർമുല എന്താ? കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. യു ഹേർഡ് മീ റൈറ്റ്. അപ്പോൾ ഈ ഭാഗത്തിൽ നമ്മൾ ഫുൾ കറണ്ട് അസെറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റിയുടെ ട്രീറ്റ്മെന്റ് മാത്രമേ നമ്മൾ ഇവിടെ പഠിക്കുന്നുള്ളൂ. ഗിവ് മീ സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് കറണ്ട് അസെറ്റ്സ്. യു നോ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്. പക്ഷെ അതെടുക്കാൻ പാടുമോ? പാടില്ല. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഇതൊന്നും നമ്മൾ എടുക്കില്ല. പക്ഷെ ഇതല്ലാത്ത കറണ്ട് അസെറ്റ്സ്, സ്റ്റോക്ക്, ഡെപ്റ്റർ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കറണ്ട് അസെറ്റ് ആയിട്ട് എടുക്കും. അതേപോലെ കറണ്ട് ലയബിലിറ്റിയിൽ എടുക്കാൻ പാടില്ലാത്ത ചില കറണ്ട് ലയബിലിറ്റി ഉണ്ട് കേട്ടോ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഇതൊക്കെ. ഇതല്ലാതെ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറണ്ട് ലയബിലിറ്റിയിൽ എടുക്കും. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമുക്കൊന്ന് നോക്കാം. എഗെയിൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. ഇത് പഠിക്കാനുള്ള ട്രിക്ക് എന്താണെന്നല്ലേ ഞാൻ എപ്പോഴും ക്യാഷ് ഫ്ലോ എടുക്കുന്ന സമയത്ത് പറയാറുള്ള ഒരു ട്രിക്ക് തന്നെ ഞാൻ ഇവിടെയും പറയാം. നല്ലതല്ലാത്തതെല്ലാം ആഡ് ചെയ്യുക, നല്ലതാണ് പറയണതെല്ലാം മൈനസ് ചെയ്യുക. എഗെയിൻ നല്ലതല്ലാത്തതെല്ലാം ആഡ് ചെയ്യുക, നല്ലതാണ് പറയണതെല്ലാം മൈനസ് ചെയ്യുക. അതിന്റെ പിന്നിലുള്ള ലോജിക് ഒക്കെ നമുക്ക് നോക്കാം. ഇപ്പൊ കറണ്ട് അസറ്റ് കൂടി എന്ന് വിചാരിക്കുക. അസറ്റ് കൂടുന്നത് ഒരു കണക്കിന് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നു? നല്ലതാണ് എന്ന് പറയണതെല്ലാം മൈനസ് ചെയ്യുന്നു. ഇനി കറണ്ട് ലയബിലിറ്റി കൂടുന്നത് നല്ലതാണോ? ഒരിക്കലും അല്ല. പക്ഷെ നല്ലതല്ല എന്ന് പറയണതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. സോ ഇൻ ഷോർട്ട്, current assets and cash flow will have indirect relationship. കറണ്ട് അസറ്റ് കൂടുമ്പോൾ നമ്മൾ കുറയ്ക്കണം. ഇനി അഥവാ കറണ്ട് അസറ്റ് കുറഞ്ഞാലോ നമ്മൾ കൂട്ടണം. യു ഹേർഡ് മീ റൈറ്റ്. കറണ്ട് അസറ്റ്സ് കൂടിയാൽ നമ്മൾ കുറയ്ക്കണം, കറണ്ട് അസറ്റ്സ് കുറഞ്ഞാൽ നമ്മൾ കൂട്ടണം. ഓൺ ദ കോൺട്രറി, കറണ്ട് ലയബിലിറ്റി ആൻഡ് ക്യാഷ് ഫ്ലോ വിൽ ഹാവ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ നമ്മളും കൂട്ടും, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാലോ നമ്മളും കുറയ്ക്കും. യെസ്, കറണ്ട് ലയബിലിറ്റി കൂടിയാൽ നമ്മളും കൂട്ടും, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ നമ്മളും കുറയ്ക്കും. സോ ആഡ് ഡിക്രീസ് ഇൻ കറണ്ട് അസെറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ആൻഡ് ലെസ് ഇൻക്രീസ് ഇൻ കറണ്ട് അസെറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. യു ഹേർഡ് മീ റൈറ്റ്. വൺസ് അഗെയിൻ, ആഡ് ഡിക്രീസ് ഇൻ കറണ്ട് അസെറ്റ്, ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി, ലെസ് ഇൻക്രീസ് ഇൻ കറണ്ട് അസെറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. സോ ഹിയർ വി ഗോ. കറണ്ട് അസെറ്റ്സ് കൂടിയാൽ ഡിഡക്ട് ചെയ്യുക, കറണ്ട് ലയബിലിറ്റി കൂടിയാലോ ആഡ് ചെയ്യുക, ആൻഡ് കറണ്ട് അസെറ്റ്സ് കുറഞ്ഞാൽ ആഡ് ചെയ്യുക, കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ ഡിഡക്ട് ചെയ്യുക. സോ ഈ സ്ട്രാറ്റജി വെച്ച് പഠിച്ചാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് എന്ന് പറയുന്ന ഭാഗം കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കണോ? ജോയിൻ എൻട്രി എലിവേറ്റ്.